ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്ലാന്റ്സുകൾ എങ്ങനെ അയച്ചു കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സുകൾ വളർത്തിയിട്ട് അയക്കാൻ അറിയാത്തവരൊക്കെ ഒരുപാടുണ്ട്. എന്നോട് വീഡിയോ കണ്ടിട്ടൊക്കെ പറയാറുണ്ട്, പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഓൺലൈനായിട്ട് അയക്കാൻ പേടിയാണ്, അത് അയച്ചാൽ ശരിക്കും കിട്ടുമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ പ്ലാന്റ്സുകളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ്സുകളൊക്കെ അത് വലിയ ബിഗ് സൈസ് പ്ലാന്റ്സുകളല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ മതി എന്ന് പറയുന്നവർക്ക് ഇതേപോലെ അയച്ചു കൊടുക്കാറുണ്ട്. എന്നാലും നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അവരുടെ കയ്യിൽ ഇത് കിട്ടണം. അതിന് നമ്മൾ ഏത് പോട്ടി മിക്സ് വെച്ച് എങ്ങനെ പാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു ന്യൂസ് പേപ്പറാണ് എടുക്കാറുള്ളത് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും അയക്കാറുള്ളത്, ഞാൻ അയക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കൊക്കോ പീറ്റ്, അതായത് ചകിരിയുടെ പൊടി ഇട്ടോ, അതും മണലും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ മടക്കി വെച്ച് അതിലാണ് വെക്കാറുള്ളത് കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ പറിച്ച് വെച്ച പ്ലാന്റ്സുകളൊക്കെ അതിൽ വെച്ച് കൊടുക്കണം കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 5 അഗ്ലോണിമ പ്ലാന്റ്സുകളാണുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വേരൊക്കെ ഉള്ള നല്ല പ്ലാന്റ്സുകളാണ്. നമ്മൾ അത് വാങ്ങിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ കിട്ടണം, അവർക്കത് വളർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നല്ല പ്ലാന്റ്സുകളല്ലാതെ അയച്ചു കൊടുക്കരുത്. എന്നിട്ട് ഇതേപോലെ മണലും കൊക്കോ പീറ്റും മാത്രം ചേർത്ത് അതൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം ഈ പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. കുറഞ്ഞ ഭാഗം മടക്കി കൊടുക്കുകയാണ് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് ഈ പ്ലാന്റ് അതിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗം ലോക്ക് ചെയ്യണം കേട്ടോ ഈ പേപ്പർ കൊണ്ട്. ഇതേപോലെ കേട്ടോ, കുറഞ്ഞ ഭാഗം നമ്മൾ ഇതേപോലെ മടക്കി കൊടുത്ത് ഈ 2 ഭാഗം നമുക്ക് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു ഇത്തിരി വെള്ളം കൂടെ കുടഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഈ 2 ഭാഗം ഇതേപോലെ പേപ്പർ ആ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും മടക്കി വെച്ചാൽ ഈ പോട്ടി മിക്സ് ഇതിൽ നിന്ന് പോവില്ല. എന്നിട്ട് നമുക്കിതിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വേരിൻ്റെ ഭാഗത്ത് ആ പോട്ടി മിക്സ് അവിടെ ഉറച്ച് നിന്നോളും, ചെടിക്ക് ക്ഷീണമൊന്നും പറ്റില്ല. അപ്പോൾ ഇതേപോലെയാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ കുടഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇത് പാക്ക് ചെയ്യാം. പേപ്പർ ഇങ്ങനെ 2 ഭാഗവും മടക്കി ആവുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് താഴെ ഭാഗത്തേക്ക് അത് പോട്ടി മിക്സ് ഒന്നും പോവാതെ നിന്നോളും. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ ഇവിടെ അങ്ങനെ ക്ലോസ് ആവും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്, ഇതേപോലെ വെക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ലീഫുള്ള ഭാഗം ഉണ്ടല്ലോ, തണ്ടും ലീഫും ഒക്കെ ഉള്ള ഭാഗം, അത് ഈ ലീഫുകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അവിടെ ആ ഒരു ഭാഗം കൂടെ നമുക്ക് പേപ്പർ കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും നീളമുള്ളൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആട്ടോ, അത് ഇതിനോടൊപ്പം വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് വേറെ പാക്ക് ചെയ്തിട്ട് ഇതിനോടൊപ്പം കൂടി വെച്ച് കൊടുക്കുകയാണ്. ബിഗോണിയ പ്ലാന്റ്സ് അറിയാലോ, വളരെ സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് അത് മറ്റൊരു പാക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതേപോലെ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൽ ഈ ലീഫുകളെല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ പ്ലാന്റ്സുകളൊന്നും ഒരു കുഴപ്പമില്ലാതെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ കണ്ടില്ലേ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ പേപ്പർ നമ്മൾ മടക്കി വെച്ച ഭാഗത്ത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ 3 ഭാഗത്തും ഇതേപോലെ അത് വിട്ട് വരാതിരിക്കാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അയക്കാറുണ്ട് കേട്ടോ. ആ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നമുക്കതിലുള്ള ലീഫുകളൊക്കെ ചുളുങ്ങിയിട്ടും അതേപോലെ പൊട്ടിയിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ അത് ലീഫ് നാശമാവാതെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ആ വെള്ളം നനച്ച് വെച്ച ഭാഗം, റബ്ബർ ബാൻഡ് ഇട്ട ഭാഗം, ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നനഞ്ഞതായതുകൊണ്ട് വെള്ളം പുറത്തേക്കൊക്കെ നനവ് വരുന്നതിന് നല്ലതാണ്. ബോക്സൊക്കെ നനയുന്നതിന്, നമ്മൾ അയക്കുന്ന ബോക്സിലൊക്കെ നനവ് വരുന്നതിന് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക്
പിന്നെ ഒരു ആഴ്ച വരെ ഇങ്ങനെ ഇരുന്നാലും പ്രശ്നങ്ങളൊന്നും വരാറില്ല. മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടണം. അപ്പോൾ എന്തായാലും നല്ലൊരു പാക്കിങ് തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബോക്സിലാണ് ആക്കാൻ പോണത്. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റ്സുകൾ അയക്കാനായിട്ട് തന്നെ കിട്ടുന്ന ബോക്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകി നിൽക്കാനൊന്നുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇതേപോലത്തെ ബോക്സുകളിലാണ് ഞാൻ പ്ലാന്റ്സുകൾ അയക്കാറുള്ളത് കേട്ടോ. ചിലരൊക്കെ ഈ പേപ്പർ പിന്നെ റോൾ ചെയ്തിട്ട് ഇതേപോലെ ഈ കാർഡ്ബോർഡ് പേപ്പർ ഇതേപോലെ റോൾ ചെയ്തിട്ട് അയക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ ആ പ്ലാന്റ്സ് ഇതിലിട്ടാൽ നല്ല ഫ്രഷായിട്ട് നമുക്കൊരു കുഴപ്പമില്ലാതെ പ്ലാന്റ്സുകൾ അവരുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ പിന്നെ ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ലീഫിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇതിലേക്ക് തന്നെ മടക്കി വെച്ച് ഇതിൽ ചെറിയൊരു തുമ്പ് ഭാഗമേ പുറത്തേക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ ഇതൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യായിരുന്നു. പക്ഷേ ഈ ലീഫുകൾ ഇനി അത് ഒടിയണ്ടെന്നുള്ള നിലയ്ക്ക് ഞാനത് മറ്റൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഞാൻ അവിടെ പിന്നെ വെച്ച് കൊടുത്തിട്ട് ബോക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റ് അഡ്രസ്സൊക്കെ എഴുതി അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കേരളത്തിന് പുറത്തേക്കൊക്കെ അയക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ കൂടുതൽ പോട്ടി മിക്സ് വെച്ചാണ് അങ്ങോട്ടൊക്കെ അയക്കാറുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ്സുകളും ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളെ കയ്യിൽ പ്ലാന്റ്സുകൾ കൊറിയർ ആയിട്ട് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ പ്ലാന്റ്സുകൾ അയക്കുവാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം ബോക്സിലായി കഴിഞ്ഞ് ഇനി അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ കിട്ടും. ഇന്ന് അയച്ചാൽ നാളെ കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ടേ കിട്ടാറുള്ളൂ. 4 ദിവസമെങ്കിലും കഴിഞ്ഞേ കിട്ടാറുള്ളൂ കേട്ടോ. പിന്നെ പ്ലാന്റ്സുകൾ അയക്കുന്നവർക്ക് ഇത് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.